കാരണം നല്ലതേ ഫസ്റ്റ് എടുത്തതാണ്. അപ്പൊ നമ്മളൊരു ടെസ്റ്റിംഗ് വീഡിയോ അടിക്കണം എന്നാണ് ഇതിന്റെ അവസ്ഥ. നമ്മളിപ്പോ ഉള്ളത് മദനസാരി ഷോപ്പിംഗ് സെന്ററിലാണ്. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ ഇതില് നമ്മള് ഷോർട്ട് വീഡിയോസ് ആണ് സാധാരണ ഇട്ടുണ്ടായിരുന്നത്. അത് മാറ്റി നമ്മളിനി ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് സാധനം എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുക. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാ 360 X5. നീക്കാൻ പറ്റുന്നില്ല ആ എങ്ങനെയാണ് നിക്കാം. ഉണ്ടല്ലേ. ഫുൾ ടെസ്റ്റ് ആണ്. എന്ത് ടെസ്റ്റോട് ടെസ്റ്റ്. സംഭവം അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാമരം ഉണ്ടല്ലോ അത് നല്ല ഹൈറ്റ് ആക്കിയിട്ട് ആയ കണ്ടുണ്ട്. മോള് പിടിക്കണല്ലോ. ഇങ്ങനെ പിടിച്ചോ. എന്താണ് കയ്യിലൊരു ചെറിയ കൈക്ക് ചെലവുണ്ട് അതാണ് ചിങ്കിനെ പോണല്ലേ. വെയിറ്റ് കൂടണ്ട. അതാണ് എന്തായാലും വേണ്ടില്ല സാധനം ഇറക്കി. ഞാൻ എന്താ വെച്ചാല് ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ ഈ ലോങ് വീഡിയോസ് ഒക്കെ ഇടാകുമ്പോ അതല്ലേ നല്ലത്. പിന്നെ ഫോണിന്റെ യൂസേജ് മാക്സിമം കുറക്കാന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഫോണിലാകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അങ്ങനെ പോയാലും നാട്ടിലേക്ക് ആകുമ്പോൾ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു 5,000+ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ 1 lakh മുകളിലൊക്കെ ചെയ്യാം. ഫോണിൽ എപ്പോഴും വീഡിയോ എടുക്കുമ്പോ സുഖം ഉണ്ടാവില്ലാന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ ഈ സാധനം എടുത്തത് എല്ലാം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും. പിന്നെ രാത്രിയിൽ അവിടെ പകലെന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും എന്തായാലും കിട്ടും. അപ്പൊ രാത്രി എന്തായാലും ഇതിന്റെ അവസ്ഥ അത് ടെസ്റ്റ് അടിക്കണം. പിന്നെ ഇതില് പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ഇൻബിൽട്ട് ക്യാമറ അല്ല. നടക്കുന്ന ഇവിടെ എന്താ ഞാൻ ഇവിടെ നിന്നിട്ട് റൗണ്ട് അടിക്കാറുണ്ടോ ആ ഒരു ഇത് ഏത് ഇതെടുക്കണേ. ജസ്റ്റ് എന്തായാലും ഫീൽ അപ്പോ ഇതിനെന്താ വെച്ചാൽ ഇൻബിൽട്ട് ആയിട്ട് സ്റ്റോറേജ് ഇല്ല. അപ്പൊ നമ്മളതിന് എക്സ്ട്രാ ആയിട്ടൊരു എന്താ മറ്റേ വിസിറ്റിംഗ് കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെന്താ വെച്ചാൽ നമുക്ക് ഇരുട്ടത്തും അല്ലെങ്കിൽ രാത്രിയൊക്കെ എത്രത്തോളം ഇതിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന അറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്നെ പിടിക്കാൻ നമ്മളെ മതിനായതിനാവുന്നില്ലല്ലോ. അതാണ് മൊത്തത്തിന് എന്താണ് അവസ്ഥ വരെ വന്നിട്ട് ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ട് പോവാന്നുള്ളൊരു നോക്കാം. എന്നാലും നമ്മള് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇതിന് വരുന്നത് നമ്മളവർക്ക് പോകണ്ടെങ്കിൽ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാലോ. അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ പോകട്ടുള്ളത്. എന്താ പറഞ്ഞാൽ ഫുള്ള് വണ്ടിയല്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം ഭയങ്കര സുഖമാണ്. ഞാൻ പിടിച്ച് കിടക്കാതെ ഞാൻ പിടിച്ച് കിടന്നാൽ കിട്ടൂല. തിരിച്ചാ മതിയല്ലേ നോട്ടെ ചുട്ടേ ഉണ്ടല്ലോ. തലപാത്രം കിട്ടങ്ങനെ ജാതയ്ക്ക് എല്ലാതും കിട്ടും. ഇതിലെല്ലാ ഫെസിലിറ്റി ആണല്ലോ. അത് മുന്നേ യൂട്യൂബ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ പതുക്കെ പതുക്കെ നമ്മള് പ്രവാസമാകുമ്പോ എന്താ വെച്ചാല് ഓട്ടോമാറ്റിക്കലി ഇതിനൊന്നും സമയം കിട്ടില്ല. പണിന്റെ തിരക്കാകുമ്പോ നമുക്ക് ഇതിനോട് മൂടണം. പിന്നെ ചിലപ്പോ പ്രഷറിൽ പണിയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്ന എങ്ങനെയും വീട്ടിലെത്തി നോക്കണമെന്ന് ഭയങ്കര അങ്ങനത്തെ സെറ്റപ്പ് ആകുമ്പോ
പറയാ അങ്ങനെ പതുക്കെ നിർത്തി. മറ്റേ കൊറോണ സമയത്ത് ഒരുപാട് ടൈം നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ ജോബ് ചേഞ്ചായി, പിന്നെ അങ്ങനെ പതുക്കെ നിർത്തി. പക്ഷെ അതിൽ ഏർണിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സമയം കിട്ടാ ഇതിന്റെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഡ്യൂട്ടിക്ക് അങ്ങനെ സെറ്റായി, ഏർണിംഗ് ഫ്രീ ആയി. രാത്രികളിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴത്തേക്ക് സാധനം കൊണ്ട് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടാ കുട്ടികൾ കാണാം. അബിതാബിയുടെ ഒരു ബ്യൂട്ടി എന്തൊക്കെ ഞാൻ മനസ്സിലാക്കാം. നമുക്ക് പിടിച്ചാൻ പറ്റൂല. അതിന് ചുറ്റും നീട്ടി പിടിക്കണം എന്നൊന്നുമില്ല. എന്താ പിന്നെ നീട്ടി പിടിച്ചിട്ട് എന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കുറച്ചല്ലേ ഇജാണക്ക് ജാതൊക്കെ വേറെ പിടിക്കും വേണം. അതിനുള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് വെച്ചാലോ. ഫ്രണ്ടില് എല്ലാവിധ പ്രവർത്തനങ്ങളും ഇതുകൊണ്ട് അയ്യോ അപ്പൊ ഇനി നമുക്ക് അബുദാബിയുടെ ഇടയിൽ കുറച്ച് രാത്രി ദൃശ്യങ്ങൾ കാണാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വസൂട് പോകുന്നുണ്ട്, അല്ലെ, റോഡുകൾ പോകുന്നില്ല. അപ്പൊ അതൊക്കെ ഇതിലിങ്ങനെ ആൾക്കാര് ആൾക്കാര് ഇപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് ചില മനസ്സിന്റെ എന്താ വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ എന്തൊക്കെ കുറെ ആൾക്കാര് ദുബായിലൊക്കെ പോകുന്നത് ഇൻസാണ് വീക്കെൻഡ് ഒക്കെ ആകുമ്പോ. അപ്പൊ അങ്ങനെ എല്ലാവിധ ആളുകളും ഉണ്ട്. പിന്നെ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, നടന്നു പോകുന്ന ആൾക്കാരെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്, ബസ്സിന് കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവിധ ആളുകളും ഉള്ള ഒരു ഏരിയയാണ് അബുദാബി എന്ന് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയുന്നത് ഒരു അർജന്റീന fan എന്നതില്? എന്താണ് ഇപ്പൊ വേണ്ടതിനത് ഇപ്പൊ വേണ്ടതിന് അടിയാവും. ടെസ്റ്റിംഗ് വീഡിയോ ആണ്. നമ്മള് വൈകാതെ ഓരോ ഏരിയയിലൊക്കെ പോകുമ്പോ അതിന്റെ ആവശ്യമില്ല, തിരിക്കേണ്ട ആവശ്യമില്ല. തിരിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു. എങ്ങനെ തിരിക്കാലോ. അല്ല, എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചാൽ ആ സ്ഥലത്ത് കിട്ടും. എങ്ങനെ എന്റെ ബാക്ക് ഇല്ലല്ലോ. പക്ഷെ അത് നല്ല ക്ലിയർ ഉണ്ട് നൈറ്റ്. അപ്പൊ അത്യാവശ്യം നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള ഏരിയ കൂടെ പോകണം. പക്ഷെ എന്നാലും ക്ലിയറുണ്ട്. ക്ലിയർ ബേസിന് അത്യാവശ്യം നല്ല സെറ്റപ്പ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ നമ്മുടെ ബസ് എത്തണം, അവിടെ പോവാ, ബസ് കയറാ, റൂം പോവാം. ഇന്ന് കൂടുതൽ പരിപാടികളുണ്ട്. ഇപ്പൊ എസ് ഡി കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എസ് ഡി കാർഡ് ഇല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിംഗ് ഒന്നും നടക്കില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും എന്ന് വെച്ചാൽ നമുക്ക് കൂടുതല് വലിയ പ്രശ്നമില്ലാത്ത സമയത്ത് എന്റെ ഗാഡ്ജറ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പൊ എന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് 11 ആണ്. അതിലാണ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് 15 മാറി, പിന്നെ 17 Pro Max മാറി. അപ്പൊ ഫോണിനൊരു ചെറിയൊരു ഇത് കൊടുക്കാൻ വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു, Insta360 ഇത് എടുക്കാനുള്ള ഒരു കേസ് എന്താ വെച്ചാൽ ഇതില് നമുക്ക് ഒരു വീഡിയോ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പോ പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ പിന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് ക്യാൻവാസിൽ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 16:9 അങ്ങനത്തെ സംഭവങ്ങളും ചെയ്യണ്ട. അപ്പൊ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കേസ് പറഞ്ഞത്. പിന്നെ ഞാന് ഫസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഗിംബൽ എടുക്കാന്ന്. പക്ഷെ ഗിംബല് ഈ ആക്ഷൻ ക്യാമറനേക്കാളും ഗിംബല്, അപ്പൊ അതിന് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ നല്ലത് ആ പൈസ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ചെയ്യാന്നുള്ളതാ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യണ്ടായിരുന്നത്. ഇൻവെസ്റ്റ്മെന്റിനാണ് മൊത്തത്തിൽ. എന്നാലും ആൾക്കാർ ഒരേ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറ്റുമ്പോലൊക്കെ വാങ്ങാം. നമ്മ ബംഗാളി ഇടുക അറിഞ്ഞേനെ. ആര് നോക്കാനിടായൊന്നുമില്ല. ഇപ്പൊ കറന്റിന് കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിൽ പോകണം. അപ്പൊ നമ്മള് എൻഗേജ് ആവണേന്റെ മുന്നേ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നല്ലതല്ലേ. അപ്പൊ നമുക്ക് വണ്ടിയ കുറെ കഴിയുമ്പോ, അല്ലെങ്കിൽ ഒരു ഫണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് പിന്നെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ശരിയാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടന്ന് ബസ് കയറുക, എനിക്ക് ബസ് കയറങ്ങിട്ട് അപ്പുറത്ത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അവിടെ പോവാന്ന് കളിയുണ്ട്. വേൾഡ് കപ്പ് മാച്ച് ഉണ്ട് കാണാം.
രാവിലെ വൈകുന്നേരം വെച്ചാണെങ്കിൽ ചൂടിനനുസരിച്ച് നോക്കിയിട്ട് വീഡിയോകളൊക്കെ എടുക്കണം എന്നുള്ളതായിരുന്നു. ചൂട് ഭയങ്കര 40 അറൗണ്ട് 15 അടുത്താണ് ഇപ്പൊ ചൂട് പറയുന്നത്. അപ്പൊ ഈ ഒരു 40 അത് ദിവസം കഷ്ടി ഇതേപോലെ സഹിക്കണം. കൺട്രോളബിൾ. അവിടെ വെക്കുന്ന പറഞ്ഞാൽ ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം ആകുമ്പോഴത്തേന് നമ്മള് കാരശാവുന്ന പറഞ്ഞ അവസ്ഥ. പക്ഷെ ഇപ്പൊ കാലത്തില്ല, ഓഫീസിന്റെ ഉള്ളിലൊക്കെ പണിയായതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ ചെക്ക് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അമ്മാതിരി ചൂടാണ്. എങ്ങനെയാണ് അവരൊക്കെ സർവൈവ് ചെയ്യുന്നത് പഠിച്ചവൻ തന്നെ അറിയുള്ളൂ. അപ്പൊ എന്താ ചെയ്യാണ്, ക്ലാസ്സിന്റെ റോഡ് പോവാണ്. ഞാൻ എല്ലാവരും പോകുന്നത് ബസ് കയറി അവിടെ ഇറങ്ങും. കാരണം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകളെ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകളെ എക്സ്പോസ് ചെയ്തിട്ട് അവര് എന്റെ കംപ്ലൈന്റും കൊടുത്തു കഴിഞ്ഞാല് ഭയങ്കര ഫൈനാണ്. ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഈ നൈറ്റ് ആയി കഴിഞ്ഞാലേ ഇവിടുത്തെ പാർക്കിന് ഭയങ്കര രസമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുന്നത്, അതായത് യുടെ നാഷണൽ ഫ്ലാഗില് കളറുകളാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഭയങ്കര രസമാണ്. ഈ കളർ ചേഞ്ച് ആവണ ഭയങ്കര രസമാണ്. അത് കാണിച്ചിട്ടാണെങ്കിൽ എന്താണ് ഞാൻ വീണ്ടും വീഡിയോ ഉണ്ടാക്കുക. ഭയങ്കര രസമാണ് കാണാൻ. കളർ ഇങ്ങനെ ചേഞ്ച് ആവും. വൈറ്റ്, റെഡ്, ഗ്രീൻ, ഈ 3 കളറാണ് വരിക. എന്ത് രസമല്ല. ഞാൻ ഒന്ന് കാണിച്ചു തരാൻ നിലയിലാണ് വീഡിയോ ഓണാക്കിയത്. അതിനിടയ്ക്ക് നമ്മളൊരു ഫ്രണ്ടിനെ അവിടെ കണ്ടുട്ടോ, കുറെ നേരം വർത്താനം പറഞ്ഞില്ല. അപ്പോ ഇന്നത്തെ ഇനി കൂടുതൽ വ്ളോഗൊന്നും ഇല്ല, നേരെ പോണം, ഇനി ഫ്രഷ് ആവണം. ഇന്നെന്താ വെച്ച് കഴിഞ്ഞാല് വേൾഡ് കപ്പിലെ ഫ്രാൻസിന്റെ കളി ഉണ്ട്, അപ്പൊ അതൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. അപ്പോ ഇനി നാളെ നമുക്ക്, അല്ല അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ഇറ്റ്സ് മിറാസ് ഓഫ് സൈനിങ് ഓഫ്.